യുദ്ധത്തിൻ്റെ ഗതി മാറ്റാനായി 100 റഫേൽ ജെറ്റുകളാണ് ഇപ്പോൾ പ്രവേശിക്കാനൊരുങ്ങുന്നതെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു. പറഞ്ഞു വരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ്. ഇനി പുടിൻ എന്ത് ചെയ്യും എന്നാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത്. യുക്രൈന് ഫ്രാൻസിൽ നിന്നും 100 റഫേൽ വിമാനങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇനി ഒരു പ്രധാന വഴിത്തിരിവിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും ഒരു ചരിത്ര കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഈ കരാർ പ്രകാരം അടുത്ത 10 വർഷത്തിനുള്ളിൽ യുക്രൈന് ഫ്രാൻസിൽ നിന്നും 100 റഫേൽ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, മറ്റ് ആയുധങ്ങൾ എന്നിവ ലഭിക്കും. സെലൻസ്കി ഇതിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ യുദ്ധത്തിനായിട്ടുള്ള റഫേൽ വിമാനങ്ങൾ വിട്ടു നൽകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നാൽ ഈ ജെറ്റുകൾ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമാണ് റഫേൽ. വ്യോമാക്രമണം, ദീർഘദൂരാക്രമണങ്ങൾ, മിസൈൽ തടസ്സപ്പെടുത്തൽ എന്നിവ നടത്താൻ കഴിയുന്ന 4ാം തലമുറ മൾട്ടി റോൾ ജെറ്റാണിത്. ഒരു ജെറ്റിന്റെ വില ഏകദേശം 850 കോടി രൂപയാണ്. ഫ്രാൻസ് നേരത്തെ യുക്രൈന് മിറാഷ് ജെറ്റുകൾ നൽകിയിരുന്നു. എന്നാൽ ഇതാദ്യമായിട്ടാണ് റഫേൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ജെറ്റുകൾ അമേരിക്കൻ F-16 ജെറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. യുക്രൈന് നിലവിൽ 9 F-16 വിമാനങ്ങളും 2 മിറാഷുകളും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവ പഴയ സോവിയറ്റ് വിമാനങ്ങളാണ്. റഫേൽ ജെറ്റിന്റെ വരവ് യുക്രൈന്റെ വ്യോമശക്തിയെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. റഷ്യൻ മിസൈലുകളെയും ഡ്രോണുകളെയും എളുപ്പത്തിൽ തടയാൻ ഇതിന് കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നിരുന്നാലും പൈലറ്റുമാർക്ക് പരിശീലനം നൽകേണ്ടതിനാൽ ആദ്യത്തെ ജെറ്റ് എത്താനായി കുറച്ച് സമയം കൂടുതൽ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2025 നവംബർ 17 പാരീസിലെ വിലക്രൂംബ്ല എയർബേസിൽ വെച്ച് 2 പ്രസിഡന്റുമാരും ഒരു സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ഇതൊരു അന്തിമ കരാറല്ല, മറിച്ച് ഭാവിയിലെ വാങ്ങലുകൾക്കുള്ളൊരു പദ്ധതിയാണ്. കരാറിൽ 100 റഫേൽ F-4 ജെറ്റുകൾ എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഡ്രോണുകളും റഡാറുകളും ഉണ്ട്. SAMT വ്യോമപ്രതിരോധ സംവിധാനമുണ്ട്. യൂറോപ്യൻ യൂണിയൻ പ്രോഗ്രാമുകളിൽ നിന്നും റഷ്യയുടെ മരവിച്ച ആസ്തികളിൽ നിന്നും ഫ്രാൻസ് പണം നൽകും. ജെറ്റുകൾ സ്വയം നിർമ്മിക്കുന്നതിനായി യുക്രൈനും സഹ ഉൽപ്പാദനം പരിഗണിക്കുന്നുമുണ്ട്. 150 ഗ്രീപ്പൻ ജെറ്റുകൾക്കായി സ്വീഡനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് ഈ കരാർ. 250 പുതിയ വിമാനങ്ങളുള്ള ഒരു പുതിയ വ്യോമസേന നിർമ്മിക്കാനും യുക്രൈൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.